ഇന്നത്തെ അതിഥി എനിക്ക് വളരെ 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 വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹമാണ് എൻ്റെ സിനിമയിലോട്ടുള്ള ചുവടുവെപ്പിന് മറ്റൊരു കാരണക്കാരൻ എന്ന് നിസ്സംശയം എനിക്ക് പറയാം. വേറെ ആരുമല്ല, നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട കവി, അതുപോലെ തന്നെ ഗാനരചയിതാവ്, ഡോക്യുമെന്ററി സംവിധായകൻ, എത്രയോ സിനിമകളുടെ തിരക്കഥ രചിച്ച ശ്രീ ഷിബു ചക്രവർത്തി. ഏറെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷിബു ചക്രവർത്തി. ഷിബു, തുമ്പപ്പൂ നുള്ളി നടക്കും പൊന്നോണ പൂന്തുമ്പികളെ, ചെല്ലപ്പൂങ്കാറ്റിൻ തേരിൽ പൊന്നോണത്തിനു വന്നവരെ. ഓർമ്മയുണ്ടോ? ഈ ഗാനമാണ് ഷിബു രചിച്ച് വേണി ഗിരീഷ് സീന നൽകി എറണാകുളത്ത് ഞാൻ രഞ്ജിനി കാസറ്റിന് വേണ്ടി ആദ്യമായിട്ട് പാടുന്നു. ഞങ്ങളുടെയൊക്കെ ഒരു മുതലാളി ഉണ്ടായിരുന്നു, ഉസ്മാൻ. മാത്രമല്ല അതിന്റെ മൂത്ത മുതലാളി എന്ന് പറയുന്നത് ഡെന്നീസ് ജോസഫ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഇവർ രണ്ടുപേരും വളരെ ചക്കരയും തേനും എന്നൊക്കെ പറയുന്നതിൽ ഒട്ടിയിരിക്കുന്ന വ്യക്തികളായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് കൂടാൻ പറ്റിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മഹാഭാഗ്യങ്ങൾ വന്നു. അപ്പൊ ഷിബുവിന്റെ പാട്ട് വരുമ്പോൾ അതിനെന്തോ ഒരു വ്യത്യസ്തമായിട്ടൊരു കളറുണ്ട്. ഇപ്പം തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ, അതുപോലെ ഞാൻ ചിത്രത്തിലെ ദൂരക്കിഴക്കുതിക്കിൻ, അത് ഈറൻ മേഘം, പാടംപൂത്ത കാലം, എല്ലാ പാട്ടുകളും, അന്തിപ്പൊൻവെട്ടം, കവിളിനയിൽ കുങ്കുമമോ. വയ്യ ഷിബു, എനിക്കിനി വയ്യ. അപ്പൊ താങ്ക് യു വെരി മച്ച്. പ്ലീസ് ടേക്ക് യു. ഇന്നത്തെ അതിഥി പണ്ടുകാല ഗാനമേള സ്റ്റേജുകളിൽ പ്രശസ്തി മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ പേര് പറയുമ്പോൾ ഒരുപക്ഷെ അറിയാമായിരിക്കും, കൊയിലാണ്ടി യേശുദാസൻ. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൊയിലാണ്ടി യേശുദാസൻ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് യേശുദാസ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. വയസ്സ് 55 കഴിഞ്ഞു. കഴിഞ്ഞ 35 വർഷങ്ങളായി പ്രൊഫഷണൽ ഗാനമേള രംഗത്തുണ്ട്. ഞാൻ എൻ്റെ സംഗീത ജീവിതം ആരംഭിക്കുന്നത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എനിക്ക് ഗുരുസ്ഥാനിയന്മാർ എന്ന് പറയാൻ ആരുമില്ല. ഞാൻ സംഗീതം അഭ്യസിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം നൽകിയ അമൃത ടിവിയോടും അതിൻ്റെ ക്രൂസിനോടും ഞങ്ങളുടെ നന്ദി ആദ്യമേ അറിയിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. അപ്പൊ കൊയിലാണ്ടിക്ക് ഒരു യേശുദാസ് ഉണ്ട്. അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ നിൽക്കുന്നു. താങ്ക് യു. ഇപ്പൊ എത്ര വർഷമായിട്ട് പാടുന്നുണ്ട്? 36 വർഷമായി. 36 വർഷമായിട്ട് ഗാനമേള വേദികളിൽ തകർക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൊയിലാണ്ടി യേശുദാസൻ.